ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്ത യുഡിഎഫിനും ബിജെപിക്കും തിരിച്ചടി ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണുവാൻ സാധിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പിന്തുണയുമായി കൂടുതൽ പേർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. NSSനും SNDPക്കും പിന്നാലെ ആഗോള അയ്യപ്പ സംഗമത്തിന് KPMSന്റെയും പിന്തുണ ലഭിച്ചിരിക്കുകയാണ്. ഈ വാർത്തയുടെ സമ്പൂർണ്ണ വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി ചേരുന്നു. സിന്ധൂരി, ശബരിമലയുടെ വികസനം ലക്ഷ്യമിട്ട് ദേവസ്വം ബോർഡ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയപരമായി വിവാദമാക്കാനായിരുന്നു UDFും ഒരുപോലെ തന്നെ BJPയും ശ്രമിച്ചത്. അതായത് രണ്ടിനെയും വിവാദത്തിലേക്ക് ഒരേ ഭാഷയിലാണ് രണ്ട് നേതാക്കളും പ്രതികരിച്ചത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം തന്നെ UDFിലെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരേ ഭാഷയിൽ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ വിമർശനം അന്ന് ഉന്നയിച്ചിരുന്നു. ഇതിപ്പോൾ സർക്കാരല്ലേ മുമ്പിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത്. 9 വർഷം നടത്താത്ത അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി നടത്തുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന്. അത് തന്നെ ഞങ്ങളും ചോദിക്കുന്നുള്ളൂ. 4 മാസം ഇലക്ഷന് മുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു. പക്ഷേ സംഭവത്തിൽ UDF വെട്ടിലായി എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള UDFിൻ്റെയും BJPയുടെ നീക്കത്തെ പൂർണ്ണമായും സമുദായ നേതാക്കൾ തള്ളിക്കളഞ്ഞു. NSSും SNDPയുമാണ് ഇത് ആദ്യഘട്ടത്തിലെ തള്ളിക്കളഞ്ഞത്. മാത്രമല്ല, സർക്കാർ ശബരിമലയുടെ വികസനത്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു പദ്ധതി ചെയ്യുന്നത്, അതിൽ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നും നേതാക്കൾ അറിയിക്കുകയും ചെയ്തു. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമായി മാറും. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വലിയൊരു വികസനത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. അതിന് നമ്മളെല്ലാം സഹകരിക്കുകയും ചെയ്യേണ്ടതിന് പകരം പുറഞ്ഞെന്ന് തിരിഞ്ഞു നിൽക്കുന്നത് അത് വലിയ ചരിത്രത്തിൽ ഒരു അപഹാസ്യ കഥാപാത്രങ്ങളായി മാത്രം മാറും. ശബരിമലയിലെ സമഗ്ര വികസനത്തിനും അയ്യപ്പന്മാർ ശബരിമലയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനുമല്ല ഇങ്ങനെ ഒരു സംഗമം പ്രയോജനപ്പെടുന്നതാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് ഞങ്ങളതിനെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന് കൂടുതൽ സമുദായ നേതാക്കളുടെ പിന്തുണ ലഭിക്കുന്നു എന്നതാണ് ഈ UDFിനും ഒപ്പം തന്നെ BJPക്കും നേരിടുന്ന വലിയ വെല്ലുവിളി. വ്യക്തമാണ് നിർബൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ഈ ഒരു തീരുമാനം UDFിനും BJPക്കും ഒരേപോലെ തിരിച്ചടിയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. നിർബൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.